ISSD. ഇനി പഠിക്കാം, ജയിക്കാം, നയിക്കാം. സ്ത്രീത്വത്തെ അപമാനിക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കമന്റോ ഏതെങ്കിലും ഒരു വാചകത്തിന്റെയോ ഏതെങ്കിലും ഒരു വാക്കിന്റെയോ പേരിലല്ല, മറിച്ച് 10-15 മിനിറ്റ് വീഡിയോ ദൈർഘ്യമുള്ള വീഡിയോസ്, ഏതാണ്ട് 25ഓളം വീഡിയോസ് ചെയ്തിടുക, അതിൽ ത്രൂ ഔട്ട് നമ്മളെ വ്യക്തിഹത്യ നടത്തുക. ഇപ്പോൾ ഈ ഒരു മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ പോലും അവർ ഇതിനെ വിലയിരുത്തുക എങ്ങനെയാണെന്നറിയോ? എനിക്ക് ഇത്രയും ഒരു റീച്ച് കിട്ടി, എന്റെ ചാനൽ ഇത്രയും റീച്ച് കിട്ടി, അതിലൂടെ എനിക്ക് ഇത്ര കൂടി വരുമാനം ലഭിക്കും എന്ന് ചിന്തിക്കുന്ന നിലവാരത്തിലുള്ള മനോനിലവാരത്തിലുള്ള വ്യക്തികളാണ്. അത് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്ന് വ്യക്തമാണ്. CPM-ന്റെ ഒരു അടൂർ ലോക്കൽ കമ്മിറ്റി, അടൂർ ടൗൺ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയും CPM-ന്റെ അടൂർ ഏരിയ കമ്മിറ്റി അംഗവുമാണ് ഈ പറയുന്ന രാജനെ ജാമ്യത്തിലെടുക്കുവാനായിട്ട് ഇന്നലെ അടൂർ പോലീസ് സ്റ്റേഷനിലെത്തിയത്. മുഹമ്മദ് റിയാസും എളമരം കരീമും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അയാൾ പറഞ്ഞതിനെ അനുകൂലിക്കുകയാണോ CPM-ന്റെ അടൂര നേതൃത്വം എന്നുള്ളത് വ്യക്തമാക്കണം. ഇവർ ചെയ്തിട്ടുള്ള വീഡിയോസ്, രാജൻ ജോസഫ് എന്ന് പറയുന്ന സ്വന്തം യൂട്യൂബ് ചാനലും വൈറ്റ് സ്വാൻ യൂട്യൂബ് ചാനലും ഇതിന്റെ കൺസേൺ ആയിട്ടുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടിലും ഫേസ്ബുക്ക് പേജിലും ഇവർ നിരന്തരമായിട്ടിടുന്ന ഫേസ്ബുക്ക് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർ അടൂരെത്തിയാൽ ചിലപ്പോൾ 2 അടി കിട്ടിയെന്നിരിക്കും, സ്വാഭാവികമാണ്. കഴിഞ്ഞ സെപ്റ്റംബർ മാസം തൊട്ട് ഈ നിമിഷം വരെ ഏതാണ്ട് 25-ലധികം വീഡിയോസാണ് വൈറ്റ് സ്വാൻ TV ന്യൂസ് എന്ന പേരിലൊരു യൂട്യൂബ് ചാനലും രാജൻ എന്ന പേരിലൊരു യൂട്യൂബറും സിബി എന്ന് പറയുന്ന മറ്റൊരാളും ചേർന്ന് എനിക്കെതിരെ സംരക്ഷണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് 2016 മുതൽ നമ്മൾ നോക്കിയ സാമൂഹ്യ മാധ്യമങ്ങളിലും യൂട്യൂബിലുമൊക്കെ ഒരുപാട് ആക്റ്റീവായിട്ടുള്ള സമൂഹം വളർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ചും യൂട്യൂബ് ചാനലുകളൊക്കെ കഴിഞ്ഞൊരു 7 ഇയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ 8 ഇയേഴ്സ് ആയിട്ടാണ് പ്രബലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 4-ാം നെടുന്തൂണായിട്ട് നമ്മൾ കാണുന്ന മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങളായിട്ട് ആ നിലവാരത്തോടു കൂടി തന്നെ ഉയർന്നു വരുന്ന ചില യൂട്യൂബ് ചാനലുകളും യൂട്യൂബ് മാധ്യമങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് കേവലമായിട്ട് വരുമാനം നേടുക, എന്തു പറഞ്ഞുകൊണ്ടും വ്യൂവേഴ്സിനെ കൂട്ടുക, അതിലൂടെ വരുമാനം നേടുക, ആഹാരം കഴിക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള ഒരു ശൈലി ചില ചാനലുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ, യൂട്യൂബ് പേജസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. എന്നെ രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കുവാൻ ആർക്കും അധികാരമുണ്ട്, ആർക്ക് വേണമെങ്കിലും വിമർശിക്കാം. പക്ഷേ അത് രാഷ്ട്രീയപരമായിട്ടായിരിക്കണം, സത്യസന്ധമായിട്ടായിരിക്കണം. രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കുന്നതിന്റെ പേരിൽ എന്തെങ്കിലും അധികപ്പെട്ട് പറഞ്ഞാൽ പോലും അത് രാഷ്ട്രീയപരമാണ് എങ്കിൽ മറുപടി പറയാൻ നമ്മൾ തയ്യാറുമാണ്. പക്ഷേ അതിനെയൊക്കെ അപ്പുറത്തേക്ക് വ്യക്തിപരമായിട്ട് അങ്ങേയറ്റം തേജോവധം ചെയ്യുന്ന രീതിയിൽ സ്ത്രീത്വത്തെ അപമാനിക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കമന്റോ ഏതെങ്കിലും ഒരു വാചകത്തിന്റെയോ ഏതെങ്കിലും ഒരു വാക്കിന്റെയോ പേരിലല്ല, മറിച്ച് 10-15 മിനിറ്റ് വീഡിയോ ദൈർഘ്യമുള്ള വീഡിയോസ്, ഏതാണ്ട് 25ഓളം വീഡിയോസ് ചെയ്തിടുക, അതിൽ ത്രൂ ഔട്ട് നമ്മളെ വ്യക്തിഹത്യ നടത്തുക. സ്ത്രീത്വത്തെ അപമാനിക്കുക എന്ന് പറയുന്ന ആ വാക്കിന്റെ ബ്രോഡ് ഡെഫിനിഷനിലും നാരോ ഡെഫിനിഷനിലും കംപ്ലീറ്റ്ലി ഫിറ്റ് ആവുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളവരാണ് ഈ യൂട്യൂബേഴ്സ്. ഇപ്പോൾ ഈ ഒരു മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ പോലും അവർ ഇതിനെ വിലയിരുത്തുക എങ്ങനെയാണെന്നറിയോ? എനിക്ക് ഇത്രയും ഒരു റീച്ച് കിട്ടി, എന്റെ ചാനൽ ഇത്രയും റീച്ച് കിട്ടി, അതിലൂടെ എനിക്ക് ഇത്ര കൂടി വരുമാനം ലഭിക്കും എന്ന് ചിന്തിക്കുന്ന നിലവാരത്തിലുള്ള മനോനിലവാരത്തിലുള്ള വ്യക്തികളാണ്. അത് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്ന് വ്യക്തമാണ്. എനിക്കെതിരെ മറ്റു 2 സ്ത്രീകളുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും അതിനെ തുടർന്ന് ആ ഫേസ്ബുക്ക് പോസ്റ്റ് റീച്ചായി എനിക്ക് അതിലൂടെ ഇത്രയധികം വ്യൂവേഴ്സിനെ കിട്ടി, എനിക്ക് വരുമാനം കിട്ടി എന്ന് ഏതാണ്ട് അഭിമാനത്തോടു കൂടി പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു പോസ്റ്റ് ഇടുന്ന തരത്തിലുള്ള മനോവൈകല്യമുള്ള വ്യക്തികൾ. അപ്പോൾ ഇത്തരത്തിലുള്ളവർ എനിക്കെതിരെ എന്നല്ല ആർക്കെതിരെയാണെങ്കിലും രാഷ്ട്രീയപരതയ്ക്ക് അപ്പുറത്തേക്ക് വ്യക്തിപരത ഉണ്ടായാൽ, അതിൽ ഇത്രയധികം അധിക്ഷേപം ഉണ്ടായാൽ ഉറപ്പായിട്ടും നിയമം കുറച്ചുകൂടെ കർശനമാവുകയും നടപടി ഉണ്ടാവുകയും വേണമെന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അത് അറിയില്ല. അയാൾ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഞാൻ CPIയുടെ ഭാഗമായി നിന്നിരുന്ന സമയത്താണ് ഇയാൾ എനിക്കെതിരെ ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. ആ വീഡിയോയിൽ കണ്ടന്റ് തന്നെ CPIയുടെ അന്നത്തെ ഒരു മുൻ ജില്ലാ സെക്രട്ടറിക്കെതിരെ ഞാൻ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് പരാതി കൊടുക്കുകയും അത് പാർട്ടി ശരിയാണെന്ന് കണ്ടെത്തി നടപടിയെടുക്കുകയൊക്കെ ചെയ്ത വസ്തുതയാണ്. അപ്പോൾ ആ ശരികൾ അവിടെ ശരിയായി തന്നെ നിലനിൽക്കെ അയാളൊരു മികച്ച കമ്മ്യൂണിസ്റ്റ് ആണ് എന്നും നല്ലവനാണ് എന്നും പറഞ്ഞുകൊണ്ട് എന്നെ വളരെയധികം വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് മോശമാക്കിക്കൊണ്ട് വീഡിയോ ചെയ്താണ് ഇയാൾ ആദ്യം എനിക്കെതിരെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അയാളെ ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് കഴിഞ്ഞ ദിവസം രാത്രി അടൂർ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത് അയാളെ ലോക്കപ്പിൽ എത്തിയിരിക്കുമ്പോൾ, അയാൾ ലോക്കപ്പിൽ നിലത്തിരിക്കുകയായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ. അന്നേരമാണ് ഞാൻ അയാളെ ജീവിതത്തിൽ ആദ്യമായിട്ട് നേരിൽ കാണുന്നത്. അപ്പോൾ അയാൾ കേവലം വരുമാനത്തിന് വേണ്ടിയിട്ടും എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള വൈരാഗ്യങ്ങൾ ഉണ്ടാകും ഒരു പക്ഷേ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നിലപാടെടുക്കുന്നത്. രാഷ്ട്രീയപരമായിട്ട് എനിക്കെതിരെ ഇത്ര വലിയൊരു ഗൂഢാലോചന ഉണ്ടാവാൻ എന്തായാലും CPIയുടെ ഭാഗമായിട്ട് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടായപ്പോൾ CPIയുടെ ആ നേതാവ് മാന്യനാണെന്നും ഞാൻ കുഴപ്പക്കാരിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അതിൽ പൊളിറ്റിക്സ് ഉണ്ട്. അതിന് മുൻപും ചില യൂട്യൂബ് ചാനലുകളെ കൊണ്ട് ഇത്തരത്തിൽ സമാനമായ വീഡിയോസ് ചെയ്തിട്ടുമുണ്ട്. അത്തരത്തിലുള്ളൊരു ഡിസ്കഷനിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെയും CPM-ന്റെ പ്രാദേശിക നേതൃത്വത്തിന്റെയും നിലപാട് ഈ പറയുന്ന യൂട്യൂബേഴ്സിനെതിരെ എന്താണ് എന്നവർ വ്യക്തമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം CPM-ന്റെ ഒരു അടൂർ
ലോക്കൽ കമ്മിറ്റി, അടൂർ ടൗൺ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയും CPMന്റെ അടൂർ ഏരിയ കമ്മിറ്റി അംഗവുമാണ് ഈ പറയുന്ന രാജനെ ജാമ്യത്തിലെടുക്കുവാനായിട്ട് ഇന്നലെ അടൂർ പോലീസ് സ്റ്റേഷനിലെത്തിയത്. CPMന്റെ അടൂരെ പാർട്ടി വക്കീൽ അയാളുടെ ജാമ്യത്തിന് വേണ്ടി ഹാജരായി എന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഒരു പ്രൊഫഷനാണ്. ആസ് എൻ അഡ്വക്കേറ്റ് അത് ആർക്ക് വേണ്ടി ഹാജരായി എന്നുള്ളതിനെ കുറിച്ച് ചോദ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ CPMന്റെ ടൗൺ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും CPMന്റെ അടൂർ ഏരിയ കമ്മിറ്റി അംഗവും വന്ന് ജാമ്യം എടുത്തിട്ടുണ്ട് എങ്കിൽ CPMന്റെ സംസ്ഥാന തലം മുതൽ പ്രാദേശിക തലം വരെയുള്ളവർ ഈ യൂട്യൂബേഴ്സിന് എതിരെയാണോ അനുകൂലമാണോ നിലപാടെടുക്കുന്നതെന്ന് വ്യക്തമാക്കണം. നമുക്കൊക്കെയും അറിയാം, CPMന്റെ നേതാവും കണ്ണൂരെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള ശ്രീമതി PP ദിവ്യ. ഈ PP ദിവ്യ കണ്ണൂര് കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ രാജൻ ജോസഫിനെതിരെയും സിബി തോമസിനെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. ആ കേസിൽ FIR ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ അങ്ങേയറ്റം ഒരു രാഷ്ട്രീയപരമായിട്ട് അവർക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, കേസുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, ആരോപണങ്ങൾ, വിമർശനങ്ങളല്ല. അതിനപ്പുറത്തേക്ക് ആ വ്യക്തിയെ സ്ത്രീ എന്നുള്ള നിലയിൽ അങ്ങേയറ്റം വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ടാണ് അയാൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിനെതിരെ അവർ പരാതി കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ അപ്പുറത്തേക്ക് ശ്രീ മുഹമ്മദ് റിയാസിനെയും ശ്രീ എളമരം കരീമിനെയും തമ്മിൽ ഏറ്റവും വികലമായ രീതിയിൽ അവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ള തരത്തിൽ വളരെ വികലമായി ചിത്രീകരിച്ച ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ ചെയ്ത ആൾക്കാരെ, മുഹമ്മദ് റിയാസും എളമരം കരീമും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അയാൾ പറഞ്ഞതിനെ അനുകൂലിക്കുകയാണോ CPMന്റെ അടൂര നേതൃത്വം എന്നുള്ളത് വ്യക്തമാക്കണം. CPMന്റെ സംസ്ഥാന നേതൃത്വവും പ്രാദേശിക നേതൃത്വങ്ങളും ഇത്തരത്തിലുള്ള യൂട്യൂബേഴ്സിന് വളം വെച്ചു കൊടുക്കുമ്പോൾ കേവലം കോൺഗ്രസ് പാർട്ടിക്കെതിരെ ചില വീഡിയോസ് എടുക്കുന്നു, ചില നിലപാടുകൾ സ്വീകരിക്കുന്നു, കോൺഗ്രസ് നേതാക്കന്മാരെ മുഴുവൻ അധിക്ഷേപിക്കുന്നു എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തൊരു ട്രെൻഡായിട്ട് സൈബർ സഖാക്കൾ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ തങ്ങളുടെ നേതാക്കന്മാരെ ഇവർ പറഞ്ഞതിനെക്കുറിച്ച് അനുകൂലിക്കുന്നു എന്നുകൂടി ഞാനത് കൂട്ടി വായിക്കേണ്ടി വരും. എനിക്ക് ബന്ധമുണ്ടോന്നോ? ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്ന രാജൻ, സിബി എന്ന് പറയുന്ന 2 യൂട്യൂബേഴ്സ്, ഇവർ ചെയ്തിട്ടുള്ള വീഡിയോസ്, രാജൻ ജോസഫ് എന്ന് പറയുന്ന സ്വന്തം യൂട്യൂബ് ചാനലും വൈറ്റ് സ്വാൻ യൂട്യൂബ് ചാനലും ഇതിന്റെ കൺസേൺ ആയിട്ടുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടിലും ഫേസ്ബുക്ക് പേജിലും ഇവർ നിരന്തരമായിട്ടിടുന്ന ഫേസ്ബുക്ക് വീഡിയോസ് ഉണ്ട്. ഈ വീഡിയോസ് ഇപ്പൊ എല്ലാവരും ആരുമാണ്, ഏതെങ്കിലും ഒരു ചാനലിന് ധൈര്യമുണ്ടോ ആ വീഡിയോ സംപ്രേഷണം ചെയ്യാൻ? അതിലെ കണ്ടന്റ് അതേപോലെ സംരക്ഷണം ചെയ്യാൻ, ഏതെങ്കിലും ഒരു വീഡിയോ പൂർണ്ണമായി സംരക്ഷണം ചെയ്യാൻ അല്ലെങ്കിൽ ഭാഗികമായി സംരക്ഷണം ചെയ്യാൻ ഈ ഉള്ള ഏതെങ്കിലും ചാനലുകൾക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? സംരക്ഷണം ചെയ്യാൻ സാധിക്കുമോ? അപ്പോൾ അത്തരത്തിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർ അടൂരെത്തിയാൽ ചിലപ്പോൾ 2 അടി കിട്ടിയെന്നിരിക്കും, സ്വാഭാവികമാണ്. അതിന്റെ പുറകിൽ ആരാണെങ്കിലും തല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരവരുടെ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ യൂത്ത് കോൺഗ്രസോ KSO ഉണ്ടോ എന്നൊക്കെ ആരോപിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. DYFIയുടെ നേതാക്കന്മാരെ, CPMന്റെ നേതാക്കന്മാരെ ഇത്രയും പറഞ്ഞിട്ട് അതിൽ DYFIയോ CPMോ ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുറവായിട്ട് മാത്രം വിലയിരുത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ.